الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഉള്ള ഒരു സ്ഥാപനമാണ് പള്ളികൾ. പള്ളികളുമായിട്ടുള്ള ഒരു വിശ്വാസിയുടെ ബന്ധം അവന്റെ ഈമാനിന്റെ തേട്ടമനുസരിച്ച്, താൽപര്യമനുസരിച്ച് ഏറെയും കുറഞ്ഞും കൊണ്ടിരിക്കും. ആരാണ് യഥാർത്ഥത്തിൽ പള്ളികളുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ പരിപാലനവും അതിൻ്റെ സജീവതയും നിലനിർത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആരാണ് അത് ചെയ്യാൻ അർഹതയില്ലാത്തവർ എന്ന കാര്യവും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂറത്ത് തൗബയിലെ ചില ആയത്തുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന വേളയിൽ പ്രധാനമായ ആരാധനാലയം എന്ന നിലക്ക് മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിന്റെ നിയന്ത്രണവും അതിന്റെ കൈകാര്യകർത്തവുമൊക്കെ മറ്റ് വിഭാഗങ്ങളുടെ കയ്യിലായിരുന്നു. മുശ്രിക്കുകൾ അല്ലെങ്കിൽ ഖുറൈശി വിഭാഗം അവരുടെ കയ്യിലും നിയന്ത്രണത്തിലുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് തൗബയിലെ ചില ആയത്തുകളൊക്കെ അവതരിക്കുമ്പോൾ അതിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. അതിന്റെ പേരിൽ അവര് വലിയ മഹത്വം പറയുകയും തങ്ങളുടെ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു. അതിനെ വിശുദ്ധ ഖുർആൻ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളാണ് ഹാജിമാർക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അവർക്ക് വെള്ളം കൊടുക്കുന്നതും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതൊക്കെ ഞങ്ങളാണ്, മസ്ജിദുൽ ഹറാമിന്റെ പരിപാലനം, അതിനാവശ്യമായ ചെലവ് ഇതൊക്കെ ഞങ്ങളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ അവർ അവരുടേതായ ആ മേധാവിത്വവും പ്രമാണിത്വവും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവകാശവാദങ്ങളെ തീർത്തും നിരസിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിനെ മാത്രം സ്മരിക്കുന്നതിന് വേണ്ടിയും അവന് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടി ഉള്ള ഒരു കേന്ദ്രം എന്ന നിലക്കും
പണിത് സ്ഥാപിച്ച ഒരു സ്ഥാപനം, അത് ബഹുദൈവ വിശ്വാസികളും അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പൂർണ്ണമായ അധികാരാവകാശങ്ങൾ അംഗീകരിക്കാത്തവരുമായ ആളുകൾ കൈകാര്യം ചെയ്യുന്നത്, അതിനോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ്. ഏതൊരു താൽപര്യത്തിന് വേണ്ടിയാണോ അള്ളാഹുവിന്റെ ഈ ഭവനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത് ഉയർത്തിയത്, അത് ചില ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ആ ആദർശങ്ങളുടെ സംരക്ഷണം, അത് ആര് മുറുകെ പിടിക്കുന്നു, ആരാണ് അതിന്റെ വക്താക്കൾ, അവർക്കാണ് അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരവും അവകാശവും ഉള്ളത്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ചില ഗുണങ്ങളും വിശേഷണങ്ങളും ഒക്കെ അനിവാര്യമായും വേണം. ആ ഗുണവിശേഷണങ്ങളിൽ ആരിൽ കാണപ്പെടുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർഹത ഉള്ള വിഭാഗം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇത് ഒരു മസ്ജിദുൽ ഹറാമിന്റെ ഒരു കാര്യം മാത്രമല്ല, എല്ലാ പള്ളികളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് എന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാ വആതസ് സകാ വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. ആരാണ് അല്ലാഹുവിന്റെ പള്ളികളുടെ പരിചാരകന്മാർ, ആരാണ് അതിന്റെ നടത്തിപ്പുകാർ, ആരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നവരും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നവരും, അവരുടെ സ്വഭാവം എന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരായിരിക്കണം അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്നവരായിരിക്കണം, അവനെ ഭയപ്പെടുന്നവരായിരിക്കണം, അവന് അവരുടെ ജീവിതത്തിൽ എല്ലാ സ്ഥാനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കുന്നവർ ആയിരിക്കണം. പരലോകത്തിൽ അവർക്ക് അചഞ്ചലമായ വിശ്വാസവും വേണ്ടതുണ്ട്. അള്ളാഹുവിനുള്ള വിശ്വാസം, പരലോക വിശ്വാസം, പരലോകത്തെ പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം, ഇത് അവർക്ക് അനിവാര്യമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നീട് പറഞ്ഞു വഅഖാമസ് സ്വലാ വആതസ് സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്, അവര് നമസ്കാരം സ്ഥാപിച്ച് നിലനിർത്തുന്നവർ ആയിരിക്കണം. അതുപോലെ അവർ സക്കാത്ത് കൊടുക്കുന്നവർ ആയിരിക്കണം. അല്ലാഹനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരും ആയിരിക്കണം. അവർ സക്കാത്ത് കൊടുക്കും, അവർ ദാനധർമ്മങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർബന്ധമാക്കിയതും അവർക്ക് ഉത്തമമാണ് എന്ന് പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും അവർ അവരുടെ സമ്പത്തിൽ നിന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കും. നമസ്കാരം അവർ യാതൊരു തരത്തിലുള്ള വീഴ്ചയും വരുത്താതെ പൂർണ്ണമായി നിലനിർത്തുന്നവരും സ്ഥാപിക്കുന്നവരും ആയിരിക്കും. അപ്പൊ ആ വിശ്വാസകർമ്മങ്ങളോടൊപ്പം, ആ വിശ്വാസത്തോടൊപ്പം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അതോടൊപ്പം കർമ്മത്തിലൂടെയും വിശ്വാസവും കർമ്മവും ഒരുപോലെ സമ്മേളിച്ച ആളുകളായിരിക്കും അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ആളുകൾ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ മറ്റാരെയും അവർക്ക് പേടിയും ഉണ്ടായിരിക്കുകയില്ല. ഭൗതികമായ നഷ്ടം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുന്യവിയായ നഷ്ടങ്ങൾ, അതൊക്കെ പലതും ഞങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച പലതും ഞങ്ങൾ മുറുകെ പിടിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റിയാൽ പല നഷ്ടങ്ങളും സംഭവിക്കാനുണ്ടല്ലോ, പലരുടെയും അപ്രീതി ഉണ്ടാകുമല്ലോ, പലരുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടാകുമല്ലോ. ഇങ്ങനെയുള്ള പേടികളൊന്നും തന്നെ അവർക്കുണ്ടാവുകയില്ല. ഈ രീതിയിൽ വിശ്വാസവും കർമ്മവും ഈമാനും അമലുസ്വാലിഹാത്തും അനുഷ്ഠിക്കുന്നവരായ ആളുകളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളുടെ സംരക്ഷകന്മാരും പരിപാലകന്മാരും അതിന്റെ നോട്ടക്കാരും നടത്തിപ്പുകാരും. ഇവരായിരിക്കണം, അവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട്
അള്ളാഹുവിന്റെ പള്ളികളോട് സമീപനം സ്വീകരിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ഹിദായത്ത് നേടിയവർ ആകും. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പള്ളികളുമായി ബന്ധപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഇത് സൂറത്ത് തൗബയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ, സൂറത്തു നൂറിൽ നമുക്ക് അള്ളാഹുവിന്റെ ഭവനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് വേറെ ഒരു രീതിയിൽ കാണാൻ സാധിക്കും. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മുഹു. ചില ഭവനങ്ങൾ, ചില വീടുകൾ, ചില കെട്ടിടങ്ങൾ, അള്ളാഹുവിന്റെ ചില വസതികൾ, അതാണല്ലോ പള്ളികൾ. ആ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അവന് ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അതിൽ സമയം ചെലവഴിക്കുന്നു റിജാലുൻ, കുറെ ആളുകൾ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാ. അവർക്ക് അവരുടെ കച്ചവടമോ അല്ലെങ്കിൽ അവരുടെ വ്യാപാരമോ മറ്റു തരത്തിലുള്ള ജീവിത ഏർപ്പാടുകളോ നമസ്കാരം നിലനിർത്തുന്നതിന് അവർക്ക് തടസ്സമാവുകയോ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയോ അശ്രദ്ധരാക്കുകയോ ഇല്ല. എന്ത് പണിയുണ്ട് എങ്കിലും എന്ത് ജോലിയുണ്ട് എങ്കിലും ഒക്കെ ഈ സമയമാകുമ്പോൾ, ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഘട്ടമാകുമ്പോൾ അവര് ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കും. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാ, അല്ലാഹുവിനെ ഓർമ്മിക്കുക, നമസ്കാരം നിലനിർത്തുക, വ ഈതാഇസ് സകാ, സക്കാത്ത് കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും അവരിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മൻ ആമന ബില്ലാ, അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ് അവർ എന്ന്. ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും പേടിയും എപ്പോഴും അവർക്കുണ്ടാകും. പിന്നെ പറഞ്ഞു ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ, നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും, സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ദൃഷ്ടികൾ മറിയുകയും ഹൃദയങ്ങളൊക്കെ വെപ്രാളം കൊള്ളുകയും ചെയ്യുന്ന ഒരു പരലോക ദിവസത്തെ അവർ എപ്പോഴും തന്നെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹുവിൽ വിശ്വസിക്കും, ആഖിറത്തിൽ വിശ്വസിക്കും എന്ന് ആദ്യം സൂറത്തു തൗബയിൽ പറഞ്ഞു. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവർ. പിന്നെ പറഞ്ഞു അഖാമസ് സ്വലാ വ ആതസ് സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്, നമസ്കാരം നിലനിർത്തി അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, അല്ലാഹനെ അല്ലാതെ വേറെ ആരെയും പേടിയില്ലാത്തവരുമാണ്. ഇതേ ഗുണവിശേഷണങ്ങൾ തന്നെയാണ് സൂറത്ത് നൂറിൽ വേറെ ഒരു രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. അപ്പോൾ വിശ്വാസിയായ ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ വസതികളുമായിട്ടുള്ള ബന്ധം, പള്ളികളുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും. അത് മുറിക്കാൻ സാധിക്കുകയില്ല, അവഗണിക്കാനും സാധിക്കുകയില്ല. അത് അവന്റെ ജീവിതത്തിൽ മർമ്മപ്രധാനമായ ഒരു കാര്യമായിരിക്കും, അല്ലാഹുവിന്റെ വീടുകളുമായിട്ടുള്ള അവന്റെ ബന്ധം. ഇത് ഈ ആയത്തുകളുടെ വിശദീകരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും നമ്മോട് പറയുകയുണ്ടായി. ആരായിരിക്കണം പള്ളിയുടെ ആളുകൾ, പള്ളിയുടെ കൈകാര്യകർത്താക്കൾ ആരായിരിക്കണം, അവരുടെ സ്വഭാവം ഇങ്ങനെയുള്ളതായിരിക്കണം. ഏതാളെയാണ് പള്ളിയുടെ ആള് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക? ചിലർ പള്ളി വലിയ ഗംഭീരം പള്ളികൾ നിർമ്മിച്ചവരായിരിക്കും. കോടാനുകോടി രൂപകൾ ചെലവാക്കിക്കൊണ്ട് പള്ളി നിർമ്മിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് പണ്ട് മുശ്രിക്കുകളായ ആളുകളും ചെയ്തിരുന്ന ഒരു പണിയാണ്. അവരും അല്ലാഹുവിന് വേണ്ടിയിട്ട് ഭവനങ്ങൾ നിർമ്മിക്കുകയും അതിനുവേണ്ടി കണ്ടമാനം ചെലവഴിക്കുകയും അതിനു വേണ്ടിയിട്ടൊക്കെ ധാരാളമായി സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, അജഅൽതും സിഖായത്തൽ ഹാജി വ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഹാജിമാരെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ നോക്കുക, സംരക്ഷിക്കുക, പരിപാലിക്കുക എന്നതും മസ്ജിദുൽ ഹറാമിന്റെ കെട്ടിട നിർമ്മാണത്തിനും അതിന്റെ
മറ്റു തരത്തിലുള്ള നടത്തിപ്പിനും ആവശ്യമായ സാമ്പത്തികമായ ചെലവുകൾ വഹിക്കുക എന്നുള്ളതും അള്ളാഹുവിലും അവന്റെ റസൂലിലുമൊക്കെ വിശ്വസിക്കുന്നത് പോലെയായിട്ട് നിങ്ങൾ കരുതുന്നോ? ഇതതിന് പകരമാകുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അപ്പോ പണം ചെലവഴിക്കുക, പള്ളികൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ പള്ളിയുടെ നടത്തിപ്പുകാരനും കമ്മിറ്റിയുടെ പ്രസിഡന്റും മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളും ആവുക എന്നുള്ളതല്ല പ്രധാനം. ആ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവണം എന്ന് പറഞ്ഞ ആരാണോ ഇതിന്റെ ആളുകൾ ആവേണ്ടത് എന്ന് വിശേഷിപ്പിച്ച ആ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ? ഇതാണ് പ്രധാനം. ഇവിടെയാണ് നമ്മൾ മനസ്സിരുത്തുകയും നമ്മുടെ സ്വഭാവങ്ങൾ, പള്ളികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ജീവിതത്തിൽ പള്ളിയുടെ സ്ഥാനം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ഇതിനൊക്കെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഇവിടെയാണ്. മറ്റേത് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ആളുകൾക്ക് ധാരാളമായി കെട്ടിടങ്ങൾ ഉണ്ടാക്കാം. ആ കെട്ടിടങ്ങൾ ഒരുപക്ഷെ അള്ളാന്റെ മാർഗത്തിലും ഉണ്ടാക്കാം. പക്ഷെ അവൻ ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ട്, പള്ളി നിർമ്മിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിചരിക്കുക, അതേ പരിപാലിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത്തരം ആളുകളിൽ ഈ കെട്ടിട നിർമ്മാണമോ അതിനുവേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളതോ ആയ കാര്യം മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ വേറെ ചില സ്വഭാവങ്ങൾ അനിവാര്യമായും ഉണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് ഉണ്ടോ ഇല്ലേ എന്ന വീണ്ടും വിചാരം അവൻ നടത്തേണ്ടതുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇവിടെ പറഞ്ഞ ഈ സ്വഭാവങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാണ് ആ രൂപത്തിൽപ്പെട്ട ആളുകൾ? അള്ളാഹുവിന്റെ ഭവനങ്ങളെ പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും അതിന് ആവശ്യമായ സംരക്ഷണവും അല്ലെങ്കിൽ നടത്തിപ്പും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും? അവരുടെ സ്വഭാവങ്ങളും ഗുണങ്ങളും എങ്ങനെയായിരിക്കും? പള്ളി എത്രത്തോളമായിരിക്കും അവരുടെ ഹൃദയത്തിൽ സ്ഥാനം ചെലുത്തിയിട്ടുള്ളത്? ഇതൊക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നു. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്ന ആളുകളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. ഒരു മനുഷ്യൻ, അവൻ അള്ളാന്റെ പ്രത്യേകമായ പുണ്യവും തണലും അർശിന്റെ തണലും ലഭിക്കും നാളെ പരലോകത്ത്. ആ മനുഷ്യൻ ആരാണ്? റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായിട്ട് ഹൃദയപരമായ ബന്ധം സ്ഥാപിച്ച വ്യക്തി. ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, അതിൽ നിന്ന് അവൻ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന്റെ സമയമാകുന്നത് വരെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഈ പള്ളി, ആ പള്ളിയിലേക്കുള്ള മടക്കം, അതിലെ അടുത്ത നമസ്കാരം, അതിലെ അടുത്ത ജമാഅത്ത്, ഇതായിരിക്കും അവന്റെ ശ്രദ്ധ. എപ്പോഴാണ് അവിടെ നിന്ന് വിളി വരുന്നത്, എപ്പോഴാണ് അടുത്ത സമയം എന്നത് എപ്പോഴും തന്നെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവന്റെ ഹൃദയത്തിൽ എപ്പോഴും തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ബോധവും വിചാരവും സജീവമായി നിലനിൽക്കും. അങ്ങനെയുള്ളവനാണ് അള്ളാഹുവിന്റെ പ്രത്യേകം പുണ്യം നേടുന്നവൻ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരവസരത്തിൽ പറയുകയുണ്ടായി, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഒരു മനുഷ്യൻ ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ നിരന്തരം പോയും വന്നും കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു എങ്കിൽ അയാളുടെ ജീവിതത്തിൽ പള്ളിയിലേക്ക് പോവുക വരിക എന്നുള്ളത് അയാളുടെ സ്ഥിരമായ ഒരു ജീവിതചര്യയാണ്. സമയമാകുമ്പോൾ അയാൾ പള്ളിയിലെത്തുന്നു, നമസ്കാരത്തിന് അയാൾ പള്ളിയിലുണ്ടായിരിക്കും. ഒരിക്കലും അദ്ദേഹത്തിന് പള്ളിയിൽ നിന്നുള്ള നമസ്കാരം കിട്ടാതെ പോകുന്നില്ല. അങ്ങനെ ആ പള്ളിയുമായി സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾ ഈമാനുള്ളവനാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വിശ്വാസി, ആ വിശ്വാസി നമസ്കരിക്കുന്നുണ്ടായിരിക്കും. നമസ്കാരം ഒഴിവാക്കുന്ന ആളൊന്നും തന്നെ ആയിരിക്കുകയില്ല. അയാൾ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ചോ ഒക്കെ നമസ്കരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ആളുകളെ സംബന്ധിച്ചല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. ആ നമസ്കാരത്തിന് വിളിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും
അത് കൃത്യമായ സമയത്ത് നിർവഹിക്കപ്പെടുകയും അതിന് നിശ്ചയിച്ചതായ സന്ദർഭത്തിൽ അവിടെ എത്തിക്കൊണ്ട് അത് ജീവിതത്തിലെ ഒരു അനുഷ്ഠാന മുറയായിക്കൊണ്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുത്ത ആളുകളാണ്. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചടങ്ങ് എന്നുള്ള രീതിയിലല്ല, ആ സമയം കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അത് നിർവഹിക്കണം എന്ന ഒരു ചടങ്ങ് വിചാരമല്ല അവർക്കുള്ളത്. നേരെ മറിച്ച് അവർ ആ നമസ്കാരത്തെ വളരെ കണിശമായും കൃത്യനിഷ്ഠയോടും കൂടിയിട്ടും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന് സമയമായി ബാങ്ക് വിളി കേട്ടാൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചുകൊണ്ട് അവൻ ആ വിളിക്ക് ഉത്തരം നൽകുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ അവർ മുഅ്മിനീങ്ങളാണെന്ന് നിങ്ങൾ സാധാരണഗതിയിൽ സാക്ഷ്യം വഹിക്കുക എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തതഹറ ഫീ ബൈതിഹി, ഒരാൾ അവന്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി, wudu എടുക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അതുപോലെ അവന് ശുദ്ധി വരുത്തേണ്ടതായ ആവശ്യങ്ങൾ ഉണ്ടായപ്പോൾ അവൻ നമസ്കാരത്തിനൊക്കെ പുറപ്പെടുകയാണെങ്കിൽ wudu എടുത്ത് ശുദ്ധി വരുത്തി. സുമ്മ മളാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, പിന്നെ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിലേക്ക് അവൻ നടന്നുപോയി. ലിയഖ്ലിയ ഫരീളത്തൻ മിൻ ഫറായിലില്ലാ, അല്ലാഹു അവന്റെ നിർബന്ധമാക്കിയ നിർബന്ധ നമസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കാൻ വേണ്ടി. കാനത്ത് ഖതവാതുഹു ഇഹ്ദാഹ തഹത്തു ഖതിഅതഹു വൽ ഉഖറാ തർഫഉ ദറജതഹു, അവൻ വെക്കുന്ന ഓരോ കാൽവെപ്പുകളും, ആദ്യത്തെ കാൽവെപ്പ് അവന്റെ പാപങ്ങളെ മായ്ച്ചു കളയാനും ശുദ്ധീകരിക്കാനും പൊറുക്കപ്പെടാനും സഹായകമാകുമ്പോൾ അടുത്ത കാൽവെപ്പുകൾ അവന്റെ ദറജ കൂട്ടിക്കൊടുക്കാൻ, അവന്റെ പദവികൾ അള്ളാഹുവിന്റെ അടുത്ത് കൂട്ടിക്കൊടുക്കാൻ സഹായകമാകും. ഓരോ കാൽവെപ്പിലും പുണ്യമുണ്ട് എന്നർത്ഥം. അങ്ങനെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി wudu എടുത്ത് വീട്ടിൽ നിന്ന് ഒരുക്കത്തോടു കൂടി പോകുന്ന മനുഷ്യൻ അവൻ പ്രത്യേകമായി ഈ നമസ്കാരത്തിന് തയ്യാറെടുത്തവനാണ്. ആ നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ച് പോകുന്നത്. ആ പോകുന്ന ഓരോ പോക്കും യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ മറ്റൊരു ഹദീസിൽ, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും അവന്റെ അടുത്ത് നിങ്ങളുടെ ദറജകൾ വർദ്ധിക്കാനും നിങ്ങളുടെ പദവികൾ വർദ്ധിക്കാനും സഹായകമാകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ആ കാര്യങ്ങൾ എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഖാല ഇസ്ബാഹുൽ വുളൂഇ അലൽ മകാരിഹി, വുളു പൂർത്തിയായിട്ട് എടുക്കുക, നന്നായി വുളു ചെയ്യുക. വുളു ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകേണ്ടതും നനയേണ്ടതുമായ സ്ഥലങ്ങളൊക്കെ നനച്ചുകൊണ്ട് അങ്ങനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ വുളു എടുക്കുക. സംഗതികള് ചെറുതാണ്, നിസ്സാരമാണ് എന്ന് തോന്നാമെങ്കിലും പക്ഷേ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മം നമസ്കാരമാണ്. ഈ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ഹാജരായിക്കൊണ്ട് അവന്റെ മുന്നിലാണ് നിങ്ങൾ നിർവഹിക്കുന്നത്, അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ മുന്നിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിചാരം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ വുളു എടുക്കാനുള്ള ഓരോ അവയവം കഴുകുമ്പോഴും അത് വലിയ മഹത്തായ ഒരു കർമ്മമായി കൊണ്ട് മാറുന്നു. നിങ്ങളെ വലിയ ഒരു മുനാജാത്തിന് വേണ്ടി, ഒരു അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിനുള്ള ഒരു അംഗശുദ്ധി വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഹാജരാകുന്നത്. അപ്പോൾ ആരുടെ മുന്നിലാണ് നിങ്ങൾ ഹാജരാകുന്നത്, ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്തൊരു കർമ്മത്തിന് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറാകുന്നത് എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ സജീവമായി നിൽക്കുമ്പോൾ ആ കർമ്മം അത് മുഖേന തന്നെ വലിയ അർത്ഥമുള്ള, വളരെ ആഴമുള്ള ഒരു കർമ്മമായി കൊണ്ട് മാറുന്നു. ആ ബോധത്തോടുകൂടി കഴുകേണ്ടതായ അവയവങ്ങളൊക്കെ പൂർണ്ണമായി കഴുകി നിങ്ങൾ നമസ്കാരത്തിന് ഹാജരാവുക. കസറത്തുൽ ഖുതാഇൽ മസാജിദ്, പള്ളികളിലേക്കുള്ള നിങ്ങളുടെ കാലടികൾ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ അതുണ്ടാകും. ഒന്ന്,
ദൂരസ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ ആ ദൂരസ്ഥലത്തിൽ നിന്ന് പള്ളിയിലേക്ക് വരിക. അത് മുഖേന നിങ്ങളുടെ കാലടികൾ വർദ്ധിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പള്ളിയിലേക്കുള്ള വരവ് എപ്പോഴും തന്നെ ഏത് സന്ദർഭത്തിലും പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന രീതി ഉണ്ടാവുക. എല്ലാ നമസ്കാരത്തിനും പള്ളിയിലെത്തുക. അതും പള്ളിയിലേക്കുള്ള നിങ്ങളുടെ കാലടികൾ വർദ്ധിച്ചു വരാനുള്ള ഒരു രീതിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബിമാരോടൊക്കെ അവരെ ദൂരത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ ആ ദൂരസ്ഥലത്ത് തന്നെ താമസിക്കാനും അവിടെ നിന്ന് പള്ളിയിലേക്ക് വരാനും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ചില ആളുകളൊക്കെ അവരെ ദൂരത്തുള്ള അവരുടെ വീടുകൾ വിറ്റ് പള്ളിയുടെ അടുത്തേക്ക് വന്ന് താമസമാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രേരിപ്പിച്ചത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കാനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ആളുകളുടെ താമസങ്ങൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് അത് വളരെ ഖൈറായിരിക്കും. അവർ ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്നതായിരിക്കും ഉത്തമം. ആ രൂപത്തിൽ പല നേട്ടങ്ങളോ നന്മകളോ ഗുണങ്ങളോ ഒക്കെയുള്ള ആളുകളെ അവർ പള്ളിയിൽ ഉള്ള സൗകര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയുടെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ മറ്റു തരത്തിലുള്ള പല താല്പര്യങ്ങൾക്കും അത് എതിരായിരിക്കും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, നിങ്ങൾ കുറച്ച് ദൂരത്താണ് എങ്കിലും അവിടെ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ നമസ്കാരത്തിനും നിങ്ങൾക്ക് ദർജകളും അതുപോലെ തന്നെ പ്രതിഫലങ്ങളും കൂടിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ പള്ളിയിലേക്കുള്ള ഓരോരുത്തരുടെയും ചുവടുവെപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നതും വന്തുള്ളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക എന്നൊക്കെയുള്ളത്, കഴിയുന്നത്ര സമയം പള്ളിയിൽ വിനിയോഗിക്കുക എന്നൊക്കെ ഉള്ളത് മനുഷ്യന്റെ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനും അതുപോലെ തന്നെ അവന്റെ ദറജകൾ വർദ്ധിക്കാനും സഹായകമാകുന്ന കാര്യങ്ങളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പള്ളിയിൽ കഴിച്ചുകൂട്ടുന്ന സമയങ്ങൾ ഒരിക്കലും തന്നെ പാഴായി പോകുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. കുറച്ചു സമയം പള്ളിയിൽ ഇരിക്കേണ്ടി വന്നാൽ അതിൽ ഒരു അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ വേറെ പുറമേക്ക് എവിടെയെങ്കിലും പോയിട്ട് അവിടെ നിന്ന് തുറക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വർത്താനം പറയുകയോ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിന് പകരമായി പള്ളിയിൽ കുറച്ച് സമയം കൂടുതൽ ചെലവഴിക്കാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമായി എണ്ണുന്നവനായിരിക്കണം യഥാർത്ഥ സത്യവിശ്വാസി. അപ്പോൾ അതാണ് ഒരു മനുഷ്യന്റെ തിന്മകൾ പുറത്തു വരാനും അവന്റെ പ്രതിഫലങ്ങൾ കൂടിക്കിട്ടാനും ഒക്കെ സഹായകമാകുന്ന കാര്യങ്ങൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാം. ഇന്തിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒന്നുമൊക്കെ എടുത്തു വന്നുകൊണ്ട് ഒരാൾ പള്ളിയിലിരുന്ന് ജമാഅത്തിനൊക്കെ കുറച്ച് സമയമുണ്ട്, ആ ജമാഅത്തിന് കുറച്ച് സമയമുണ്ട് എങ്കിൽ അവൻ പള്ളിയിൽ തന്നെ സമയം വിനിയോഗിച്ച് ആ ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നമസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുക. അത് മുഖേന അവന് വളരെയേറെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു വരുന്ന ഒരാളാണ്, അയാൾ വന്ന് ഒന്നുമൊക്കെ എടുത്തു വന്നുമ്പോൾ പെട്ടെന്ന് പള്ളിയിൽ ആരെയും കാണുന്നില്ല, അയാൾ ഒറ്റയ്ക്ക് തന്നെ നമസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നതിന് പകരം ആ പള്ളിയിൽ തന്നെ ഒരു അല്പസമയമൊക്കെ കാത്തിരുന്ന് വേറെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ വന്ന് അവരെ ഒരു ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ച് പിരിയുകയാണ് എങ്കിൽ അതും തന്നെ വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഒരു ചെറിയ ശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സൂക്ഷ്മത കൊണ്ട് പലപ്പോഴും ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടാനുള്ള ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളും അവഗണിക്കുന്നത് നമുക്ക് കാണാം. അത് ശരിയല്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ വരുമ്പോൾ അയാൾ വേറൊരാൾ അവിടെ നിസ്കരിക്കുന്നുണ്ടായിരിക്കും, അപ്പൊ അയാളെ തുടർന്നുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ പോലും ശ്രദ്ധിക്കാതെ അതൊരു ജമാഅത്താക്കി മാറ്റാൻ പോലും ശ്രദ്ധിക്കാതെ കണ്ട് വേറെ ഒരാൾ വേറൊരു മൂലക്കെ പോയിക്കൊണ്ട് അയാളും ഒറ്റയടിക്ക് നമസ്കരിക്കുന്ന രീതികളാണ് പലപ്പോഴും പലയിടത്തും പല പള്ളികളിലും നമുക്ക് കാണാൻ സാധിക്കുക. അതൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. മാത്രമല്ല ആളുകൾ അതിനെ മനസ്സിരുത്തി അത് തെറ്റ് തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പള്ളിയിൽ വരുമ്പോൾ ഒരാൾ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ നമസ്കാരത്തിൽ നമ്മൾ പങ്കുചേരുന്നതോടുകൂടി ആ ജമാഅത്തിന്റെ പുണ്യം അയാൾക്കും കിട്ടുന്നു, നമുക്കും കിട്ടുന്നു. അങ്ങനെ ആ നമസ്കാരത്തിൽ പങ്കു ചേരാതെ നമ്മൾ ഒറ്റയായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ ജമാഅത്തിന്റെ പുണ്യം അയാൾക്കും കിട്ടാതെ പോകുന്നു, നമുക്കും കിട്ടാതെ പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ പലപ്പോഴും നമുക്ക് ഒരുപാട് പുണ്യങ്ങളും നേട്ടങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. സമയത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ഒരാള് ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചു, ഫകാന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അയാളെ പകുതി രാത്രി നമസ്കരിച്ചതിന് തുല്യമാണത്. ജമാഅത്ത് നമസ്കാരങ്ങൾ അത് തന്നെ ചില പ്രത്യേക നമസ്കാരങ്ങൾ, ചില പ്രത്യേക സമയങ്ങളിലുള്ള നമസ്കാരങ്ങൾ, എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങളും തുല്യമല്ല. ചില നമസ്കാരങ്ങളിലെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് മറ്റു നമസ്കാരങ്ങളിലെ ജമാഅത്ത് നമസ്കാരങ്ങൾക്കില്ലാത്തതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഇശാ നമസ്കാരം, സുബ്ഹി നമസ്കാരം പോലെയുള്ളത്. ആ ഇശാ നമസ്കാരം ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചു. അതുപോലെ തന്നെ പിന്നീട് പറയുന്നു, ഒമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, സുബ്ഹി നമസ്കാരം ഒരാൾ ജമാഅത്തായി നമസ്കരിച്ചാൽ ഫകാന്നമാ സല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിന് തുല്യമായ ഒരു പ്രതിഫലം അവന് ലഭിക്കുമെന്ന്. അപ്പോൾ ഇശാ നമസ്കാരം, ആ ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സുബ്ഹി നമസ്കാരം, ആ സുബ്ഹി നമസ്കാരത്തിലും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരാള് ഈ ജമാഅത്ത് നമസ്കാരങ്ങളിലെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സുബ്ഹും ഇശായും നമസ്കരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രതിഫലം അവന് ലഭിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പള്ളികളുമായിട്ടുള്ള ബന്ധം, ജമാഅത്ത് നമസ്കാരങ്ങളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പ്രത്യേകമായി സാധാരണഗതിയിൽ ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിനും മറ്റും വരാത്ത സമയങ്ങളിൽ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളിലും മറ്റും പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണമെന്നും അങ്ങനെയുള്ള ആളുകളാണ് പള്ളി പരിപാലിക്കുന്നവരും പള്ളി ശ്രദ്ധിക്കുന്നവരും പള്ളിയുടെ ഇമാറത്ത് നടത്തുന്നവരും എന്നും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുനാഫിക്കുകളായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളും ജമാഅത്തുകളും ഒക്കെ തന്നെ പ്രയാസകരവും ആയിരിക്കും. അപ്പൊ ഈമാനിന്റെയും നിഫാഖിന്റെയും ലക്ഷണങ്ങൾ എന്ന രീതിയിലാണ് ഈ നമസ്കാരത്തിലുള്ള ശ്രദ്ധയും ജമാഅത്തുകളിലുള്ള താല്പര്യവും ഒക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ എങ്ങനെയെങ്കിലും നിസ്കാരം ഒന്ന് നിസ്കരിക്കണമല്ലോ, ആ സമയത്ത് അതും കൂടി ഒന്ന് നിർവഹിക്കണമല്ലോ. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാ മുനാഫിക്കുകളും ഒരു രീതിയിലുള്ള ഈമാനും ഇല്ലാത്തവരും ഒരു തരത്തിലും ഇസ്ലാമിനെ സ്നേഹിക്കാത്തവരും അതിന്റെ ശത്രുക്കളുമാണ് എന്ന്. അങ്ങനെയല്ല, ഒരു തരത്തിലുള്ള കപടവിശ്വാസം താല്പര്യങ്ങളാകുമ്പോൾ ആ താല്പര്യങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുക്കുകയും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഒക്കെ കാര്യങ്ങൾ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റുകയും ചെയ്യുന്ന ആ സ്വഭാവവും നിഫാഖിന്റെ സ്വഭാവം തന്നെയാണ്. ഇസ്ലാമിലെ നിഫാഖിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് ആളുകളുടെ സ്വഭാവവും അവരുടെ രീതിയും നമ്മൾ പരിശോധിച്ചാൽ അവർ ഇസ്ലാമിനെയൊക്കെ വേണമെങ്കിൽ ഇസ്ലാമും വേണമെന്ന മുസ്ലിമീങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ മുഖ്യമായ അജണ്ട അതല്ല. അവരുടെ ജീവിതത്തിൽ അവര് ഇതിന് മുഖ്യമായ പരിഗണന നൽകാത്തവരാണ്. അവർക്ക് മറ്റു കാര്യങ്ങളാണ് ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത്. അങ്ങനെയുള്ളവരെയാണ് പലപ്പോഴും പരിശുദ്ധ ഖുർആൻ മുനാഫിക്കുകളായിട്ട് ഗണിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മുനാഫിക്കുകൾ അവരെ ഈ ഇശാ നമസ്കാരം, സുബഹി നമസ്കാരം, ജമാഅത്ത് നമസ്കാരം ഇതൊക്കെ പൊതുവെ അവർക്ക് വളരെയേറെ പ്രയാസകരമായിരിക്കും. ജമാഅത്ത് നമസ്കാരത്തിന് വന്നുകൊണ്ട് നമസ്കാരത്തിൽ പങ്കെടുത്താൽ തന്നെ ഒരു തരത്തിലുള്ള ആ ഒരു കാട്ടിക്കൂട്ടൽ, വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, ഒരു മടി, അലസത, അല്ലെങ്കിൽ ആ നമസ്കാരത്തിന്റേതായ ഒരു ചൈതന്യമോ സ്പിരിറ്റോ ഒന്നും ഇല്ലാത്ത അവസ്ഥ, ഇതായിരിക്കും അവരിൽ കാണപ്പെടുക എന്നൊക്കെ ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായ ഒരു സ്ഥാനം, നിർണായകമായ ഒരു പങ്ക് പള്ളിക്കും പള്ളിയിലെ ആരാധനാകർമ്മങ്ങൾക്കും വേണ്ടി നൽകുകയും ആ പള്ളിയുമായിട്ടുള്ള നമ്മുടെ ആത്മീയ ബന്ധം, നമ്മുടെ ഹൃദയപരമായ ബന്ധം, നമ്മുടെ മനസ്സിന്റെ ബന്ധം സജീവമായി നിലനിർത്തുകയും ചെയ്യാൻ നമ്മളെ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയായിക്കൊണ്ട് മാറുകയും നമ്മുടെ ഈമാൻ ദുർബലമാകുന്ന ഒരു കാര്യമായി തീരുകയും ചെയ്യും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന, അവന്റെ അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ മുറപ്രകാരം അനുഷ്ഠിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും സജ്ജനങ്ങളും ആയി നമ്മെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.